നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. സംഭവം സക്സസ് ആയിട്ടോ. അപ്പം അതിനായി കുറച്ച് നാളികേരം എടുക്കണുള്ളൂ. അപ്പോൾ കുറച്ച് നാളികേരം എടുത്ത് ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇടാണ്. ഇപ്പോൾ ഇവിടെ പെരിഞ്ചീരകവും ഏലക്കയും മാത്രമേ ഉള്ളൂ. പട്ട, ഗ്രാമ്പു അതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ചതച്ചെടുത്ത കുരുമുളകാണ്, അല്ലാത്തതും ഇടാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി പിന്നെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ച നാളികേരം കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ വറവിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള, വെളുത്തുള്ളി, വേപ്പില ഇതും കൂടി ഒക്കെ കുറേശ്ശെയാണ് ഇടുന്നത്. അതും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സാക്കി വന്ന് പിന്നെ അതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി മുരിഞ്ഞു വന്ന് നല്ല സ്മെല്ല് വരും. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തതെന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കുറച്ച് വേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും ആദ്യം ഒന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള സവാളയും പച്ചമുളകും ചേർത്ത് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് മിക്സാക്കി അത് നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ നന്നായി വാടി വന്നപ്പോൾ മാറ്റി വെച്ച് തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് മിക്സാക്കി മാറ്റി വെച്ച ചിക്കനും ആവശ്യത്തിന് ഉപ്പുകൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ മിക്സാക്കി അതിൽ വെള്ളം ഒന്ന് വറ്റിച്ച് പിന്നെ നമ്മുടെ അരച്ച് വെച്ച അരപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് കുമ്പളങ്ങ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അതിനായിട്ട് അത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ കുറച്ച് സവാളയും വേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കേണ്ട ഉള്ളിയാണ് എടുക്കേണ്ടത്. ഉള്ളില്ലാത്ത കാരണമാണ് സവാള എടുത്തത്. അപ്പോൾ അതുകൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.